വീണ്ടും നമുക്ക് കുടുംബത്തിൻ്റെ ചിന്തകളിലേക്ക് തന്നെ പോകാം. സദൃശ്യവാക്യങ്ങൾ 31:28 മുതൽ. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്. അതായത് മക്കൾ പുകഴ്ത്തുന്നു, ഭർത്താവും പുകഴ്ത്തുന്നു. എന്താ പുകഴ്ത്തുന്നേ? അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കും. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. എന്തൊരു സാമർഥ്യമുള്ള സ്ത്രീകളാണ് സമൂഹത്തിൽ. നുണ പറയാൻ സാമർഥ്യം, ചീത്ത പറയാൻ സാമർഥ്യം, മറ്റുള്ളവരെ അപമാനിക്കാൻ സാമർഥ്യം, മോട്ടിക്കാൻ സാമർഥ്യം, സ്വർണ്ണക്കട കയറി സ്വർണമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാല അടിച്ചു മാറ്റാൻ സാമർഥ്യം, മറ്റൊരാളുടെ ഭർത്താവിനെ അടിച്ചു മാറ്റാൻ സാമർഥ്യം. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. കൂടത്തായി ജോളി ഇതിൽ പെടും. ഇനി ഒത്തിരി പേരുടെ പേര് പറയാനുണ്ട്. ഒത്തിരി പേര് സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതല്ല സാമർഥ്യം. നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കും. കുടുംബം പണിത സഹോദരിയാണ് ശ്രേഷ്ഠ, ഷൈൻ ചെയ്ത മറ്റ് പലരേക്കാൾ. സ്പോർട്സിലൊക്കെ നല്ല കഴിവ് കാഴ്ചവെച്ച് രാജ്യത്തിന് അഭിമാനം ഉണ്ടാക്കി കൊടുത്ത സ്ത്രീകളെ അഭിമാനിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു. എന്നാൽ കുടുംബം പണിയുന്നവർ അവരെക്കാൾ ശ്രേഷ്ഠരാണ്. എന്നാണെന്നറിയാവോ? അവരുടെ മക്കൾ നിലനിന്ന് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് നിലനിൽക്കും. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. എന്താണ് ഈ സ്ത്രീയുടെ ക്വാളിറ്റി? സൗന്ദര്യമല്ല, ലാവണ്യമല്ല, വർത്തമാനം പറയാനുള്ള കഴിവല്ല. ഓ ജീസസ്, സ്തോത്രം. കള്ളനോട്ട് എത്ര ഒറിജിനാലിറ്റി തോന്നിയാലും കള്ളനോട്ട് തന്നെയാണ്. അത് കൈ സൂക്ഷിക്കുന്ന അപകട. ഒറിജിനൽ എപ്പോഴും ഒറിജിനലാണ്. സഹോദരിമാരെ, അനിയത്തിമാരെ, ചേച്ചിമാരെ, അമ്മമാരെ, വില കുറഞ്ഞ സംസാരങ്ങൾ നിർത്ത്. ഡീസൻ്റായിട്ട് പെരുമാറ്. ചിലപ്പോൾ അപമാനിക്കപ്പെട്ടാലും, തോറ്റാലും, നാണം കെട്ടാലും, ആരെങ്കിലും നുണ പറഞ്ഞാലും, ലഭിക്കേണ്ട സ്ഥാനം ലഭിക്കാതെ പോയാലും വിഷമിക്കണ്ട. നിന്റെ കയ്യിലുള്ളത് ഒറിജിനലാണെങ്കിൽ അത് മാനിക്കപ്പെടാതിരിക്കത്തില്ല. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. 31 അധ്യായം 10 മുതൽ ഏതാണ്ട് 30 വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്ത്രീയെ സാമർഥ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും ഞാൻ പല തർജ്ജമ നോക്കി. സാമർഥ്യം എന്ന് പറഞ്ഞാൽ അതിസാമർഥ്യം, സ്മാർട്ട് അതല്ല. ദൈവഭക്തിയാണ് അവിടുത്തെ വിഷയം. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഭർത്താവ് പ്രശംസിക്കുന്നു, മക്കൾ പ്രശംസിക്കുന്നു. ഒരു ദിവസം ഈ മണ്ണ് വിട്ട് നമ്മൾ പോകും. നമ്മൾ ആരായിരുന്നു എന്ന് ലോകം ഓർക്കും. വർഷങ്ങൾ കഴിഞ്ഞാലും മാഞ്ഞു പോകാത്ത ഓർമ്മയായി ആ വനിതകൾ നിൽക്കും. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാകട്ടെ. എനിക്കറിയാം, ദൈവസഭയെ പണിത, ദൈവസഭയെ വളർത്തിയ, ദൈവസഭയെ നിലനിർത്തിയ ഒത്തിരി അമ്മമാരുണ്ട്. അകമഴിഞ്ഞ സംഭാവന ചെയ്തവരുണ്ട്. കുറേശ്ശെ പൈസ സൂക്ഷിച്ചു വെച്ച് മിഷൻ പ്രവർത്തനത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് ഞാനത് ഏൽപ്പിച്ചു കഴിഞ്ഞു.
നമുക്ക് നല്ല അമ്മമാരുണ്ടാകട്ടെ, നമുക്ക് നല്ല മക്കളുണ്ടാകട്ടെ. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഗാഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.